നമസ്കാരം. സൈക്കോളജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പ്രേക്ഷകൻ ഒരിക്കൽ പറഞ്ഞതോർക്കുന്നു, എനിക്ക് 65 വയസ്സായി, എൻ്റെ ജീവിതം മുഴുവൻ പേടികളായിരുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എനിക്കതിന് കഴിയുമോ? ഇത്തരം ആശങ്കകൾ കാരണം ഒന്നും ചെയ്യാനാവാതെ എനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടാതെ ഞാൻ കഴിച്ചുകൂട്ടി. ഇന്ന് ഈ 65-ാം വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവനായി ജീവിച്ചു തീർക്കാനാവാത്തതിൻ്റെ സങ്കടം എന്നെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നു. നമുക്ക് ഈ ചോദ്യത്തിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മുടേതായ കംഫേർട്ട് സോണിൽ, നമ്മുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി ഒളിച്ചു ജീവിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വലിയ ഒരു ജീവിതമാണ്. സാധ്യതകളുടെ വലിയൊരു ലോകമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കണ്ണടയ്ക്കുന്നത് നമ്മുടെ കഴിവുകൾക്ക് നേരെയാണ്. നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാനാവാതെ ജീവിതത്തിൻ്റെ സുഖലോലുപതയിൽ അല്ലെങ്കിൽ സുഖപ്രദമായ മേഖലയിൽ മാത്രം കഴിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയ സാധ്യതകളെയാണ്. നമ്മൾ നമ്മുടെ വീടിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും അധികം കംഫേർട്ട് അല്ലെങ്കിൽ സുഖം അനുഭവിക്കുന്നത്. കാരണം നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് ധൈര്യം കൂടുതലാണ്, സുരക്ഷിതത്വ ബോധം കൂടുതലാണ്. നമ്മുടെ പോരായ്മകൾ ഏറ്റവും അധികം പ്രകടിപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വീട്. പോരായ്മകൾ നമുക്ക് വീടിനുള്ളിൽ ഒരു വെല്ലുവിളിയും ഉയർത്തുന്നില്ല എന്നതാണ് നമ്മൾ വീടിനുള്ളിൽ സുരക്ഷിതരായി തോന്നാനുള്ള കാരണം. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുമോ, നമ്മളെക്കൊണ്ട് അതിന് സാധിക്കുമോ, ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ അലട്ടുന്നു. അതിനാൽ തന്നെ വീടിൻ്റെ കംഫേർട്ട് സോണിൽ നമ്മളെല്ലാവരും എപ്പോഴും കഴിയാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഏത് ദൂരയാത്ര കഴിഞ്ഞ് വീടിനുള്ളിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും സംതൃപ്തിയും കൈവരുന്നത്. എന്നാൽ നമ്മളെയെല്ലാം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും പിറകോട്ട് വലിക്കുന്നതിൽ കംഫേർട്ട് സോണുകൾക്ക് വലിയ പങ്കുണ്ട്. എല്ലായ്പ്പോഴും കംഫേർട്ട് സോണിൽ ഒതുങ്ങിക്കഴിയുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കാറില്ല. അവർ സ്വന്തം ജീവിതത്തിൽ എല്ലായ്പ്പോഴും അസംതൃപ്തരായി തുടരുന്നു. നമ്മുടെ യഥാർത്ഥമായ ജീവിതം തുടങ്ങുന്നത് നമ്മൾ കംഫേർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കുമ്പോഴാണ്. ലൈഫ് ബിഗിൻസ് അറ്റ് ദി എൻഡ് ഓഫ് കംഫേർട്ട് സോൺ എന്നാണ് പറയാറുള്ളത്. ഏത് നിമിഷത്തിൽ നമ്മൾ നമ്മുടെ സുഖപ്രദമായ ആ മേഖല അല്ലെങ്കിൽ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങുന്നുവോ, പുറം ലോകത്തേക്ക്, കാഴ്ചകളിലേക്ക്, പ്രവൃത്തികളിലേക്ക് ഇറങ്ങുന്നുവോ, ആ നിമിഷം മുതലാണ് നമ്മുടെ ജീവിതവും ജീവിത വിജയവും ആരംഭിക്കുന്നത്. ബഞ്ചി ജമ്പ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, വലിയ ഉയരെ നിന്നും താഴോട്ട് ചാടാനായി നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ഒരു പിൻവലി അനുഭവപ്പെടാം. നമ്മുടെ മനസ്സ് ആ ചാട്ടത്തിൽ നിന്നും പിന്തിരിയാൻ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഇത്തരത്തിൽ പിറകോട്ട് വലിക്കുന്ന ചിന്തകളെയും അഭിപ്രായങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ഒന്ന് മുന്നോട്ട് ചാടി നോക്കൂ. ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ പേടിയും ആകാംക്ഷയും ആത്മവിശ്വാസമില്ലായ്മയും എല്ലാം ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും അഭിമാനത്തിനും വഴിമാറുന്നതായി കാണാം. ഇത്തരത്തിൽ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ നമ്മൾ മറ്റൊരാളായി ജീവിത വിജയത്തിലേക്ക് നീന്തി തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ജീവിത വിജയം കൈവരിക്കാൻ നമ്മുടെ ജീവിത രീതികൾ മാറ്റിമറിച്ചുകൊണ്ട്, വിജയം ആഗ്രഹിച്ചുകൊണ്ട്, വിജയം ആഘോഷിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് നമ്മുടെ കംഫേർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യാനും ആ ഒരു കംഫേർട്ട് സോണിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.